ചൂടിന് ശമനമില്ല. തുടർച്ചയായി ഉയർന്ന താപനില രേഖപ്പെടുത്തിയതോടെ പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടയ്ക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. പാലക്കാട് ഉയർന്ന താപനില മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകണം. തൃശൂർ, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. പകൽ സമയത്ത് പുറം ജോലികൾക്ക് കടുത്ത നിയന്ത്രണമാണ്. പ്രത്യേകിച്ച് 11 മണി മുതൽ 3 മണി വരെ ജോലികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 ഡിഗ്രി സെൽഷ്യസ് മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ കിടപ്പ് രോഗികൾ, ഗർഭിണികൾ, ഗുരുതര രോഗികൾ എന്നിവർ ചികിത്സയിലുള്ള ആശുപത്രി വാർഡുകളിലും വയോജന മന്ദിരങ്ങളിലും കൂളറുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശമുണ്ട്. ജില്ലയിലുടനീളം തണ്ണീർപന്തലുകൾ ആരംഭിക്കണം. പുറം മൈതാനിയിൽ നടക്കുന്ന കായിക വിനോദങ്ങൾ 11 മുതൽ 3 മണി വരെ അനുവദിക്കില്ല. റെഡ് അലർട്ട് നൽകുകയാണെങ്കിൽ ഇരുചക്ര വാഹനങ്ങളിൽ പുറത്തിറങ്ങുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടോടുകൂടിയ താപതരംഗ മുന്നറിയിപ്പാണ് നൽകിയത്. കൊല്ലം, തൃശൂർ ജില്ലകളിലും യെല്ലോ അലർട്ടോടുകൂടിയ താപതരംഗ മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ ദിവസം പാലക്കാടും കണ്ണൂരിലും 2 പേർ സൂര്യാഘാതമേറ്റ് മരിച്ചിരുന്നു. സംസ്ഥാനത്ത് അംഗനവാടികളുടെ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്.